ആയിരിക്കുമല്ലേ? നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. ഇവൻ തന്നെയല്ലേ? അതെ. എന്താ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്? കുറെ ദിവസമായല്ലോ കുത്തിയിരുന്ന് എഴുതുന്നു. ആരാ ഇവൻ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വളരെ പ്രസിദ്ധനാ, വെരി ഫേമസ്. ഓ പിന്നെ അത്ര ഫേമസ് ആണെങ്കിൽ പത്രത്തിലും മാഗസീനിലും ഒക്കെ വരണ്ടേ? ഞാനിങ്ങ് വായിച്ചിട്ടില്ലല്ലോ. ആ, അതാണ് അവന്റെ മിടുക്ക്. ഒരു പത്രക്കാരനും ഇതിനെക്കുറിച്ച് ഒന്നും എഴുതാൻ ധൈര്യപ്പെടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, കോടീശ്വരൻ, ഗുണ്ടാത്തലവൻ. ഒരിക്കൽ ഒരാൾ ഇതിനെക്കുറിച്ച് എഴുതി. 5 വർഷം മുമ്പ്. വൺ മിസ്റ്റർ ബിനോയ് ചൗധരി ഈസ് നോ മോർ. ശവം പോലും കണ്ടുകിട്ടിയില്ല. നീ പേടിക്കണ്ട, എന്നെ അവന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ഞാനൊരു കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. അവൻ എഴുതി വരട്ടെ. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിസ് എംപയർ. ഈ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് പേടിക്കാൻ പറ്റൂ. എന്തിനാ ഈ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെന്തെങ്കിലും എഴുതിക്കൂടെ? ലളിതേ, ഇവിടുത്തെ അണ്ടർവേൾഡ് കേൾക്കണ്ട. അണ്ടർവേൾഡും കള്ളക്കെടുത്തും. നീ ഇത്ര തൊട്ടാവാടിയാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിനൊരു ത്രില്ല്? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടിവരും. അതിനു മുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ ലേഖനം നാളെ പ്രസിൽ കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ 1 വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. സുകുമാരൻ സാറിന്റെ വൈഫ്? എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു. സുകുമാരൻ സാറിനോട് പറയുമായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താ കാര്യം? സുകുമാരൻ സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർട്ട്. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാരൻ സാറിന്റെ കൂടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ വലിയ ആളുകളാ, ഒന്നും വരാൻ. നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡ് ലിസ്റ്റിൽ പെടുകയെന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ടെന്നാ കേട്ടത്. സാറിനോട് അതൊന്ന് പറഞ്ഞ് ഇരക്കണം. ഞാൻ പറയാം. റോബർട്ടിനെ കുറിച്ച് സുകുമാരൻ എഴുതിയ ലേഖനം അസലായിട്ടുണ്ട്. ഭയങ്കര ധൈര്യം തന്നെ. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരും പറയുന്നത് ഇത്തിരി അപകടം പിടിച്ച പണിയാണെന്നാ. ഞാൻ പോട്ടെ. റോബർട്ട്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാമെന്നൊന്നുമല്ല. ഓടാൻ ശ്രമിക്കരുത്, വിളിച്ച് കൂവരുത്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരും വരില്ല. അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയന്നോടും. ഐ ആം റോബർട്ട്, റോബർട്ട് ഡിസൂസ. എന്റെ പേര് കേട്ടപ്പോ തന്നെ പേര് തോന്നുന്നല്ലേ? അതൊരു സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ ഞാൻ ആള് പാവ, സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ചപാവ. പെങ്ങളെ, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല. നമ്മളൊക്കെ മലയാളികളാണ്. വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഈ അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? സുകുമാരൊരു പത്രപ്രവർത്തകൻ, ഞാനൊരു കള്ളക്കടത്തുകാരൻ. എന്റെ കാര്യം പത്രത്തിൽ നാറ്റിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ? അല്ല, ഉണ്ടോ? പെങ്ങള് തന്നെ പറ. സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ കൊന്നുകളയുകയാണ് പതിവ്. ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു. സുകുമാരന് ഞാൻ ഒരവസരം കൂടെ കൊടുക്കും. എന്നെക്കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു. അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, പെങ്ങള് പേടിക്കും. അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നുവെന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്തായി? അഞ്ജു. അഞ്ജു, നല്ല പേര്, സ്വീറ്റ് നൈറ്റ്. എടി, അതൊക്കെ അവന്റെ വെറും വിരട്ടലല്ലേ. കൊല്ലാൻ വന്നവനാണ്, കൊന്നുകൂടെ? എന്തിനീ വാചകം? സുഹൃത്താ, ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കാകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. വെറുതെ അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഹൃത്താ, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. നീ ഇരിക്കും. ലളിതേ, നീ അവനെ കണ്ട ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമയാണ്. അതുകൊണ്ടാ ഞാനിതൊക്കെ കുറെ കണ്ടതാ. കോഫി. ലളിതേ, നീ ഇത് കണ്ടോ? റോബർട്ട് എഴുതരുതെന്ന് പറഞ്ഞ ഫീച്ചറിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നത്തെ എഡീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ. എന്തിനാ വെറുതെ ഈ... വേണ്ട, നീ ഒന്നും പറയണ്ട. വെറുതെ എന്നെ മൂടോട്ടാക്കല്ലേ. ഞാനിന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്കിന്നൊരു നാടകത്തിന് പോകണം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ശാപ്പാടും കൊടുക്കണം. പോലീസാ, പരിചയപ്പെടുത്താം. ഹലോ. സോറി ലളിതേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് 5ാമത്തെ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിക്കോളാം. ഒരു പാരഗ്രാഫോടെ തീർന്നാ മതി. നാടകം തുടങ്ങാൻ ഇനി 1 മണിക്കൂറോടെ ഉണ്ടല്ലോ. വരാവുന്നേ. 10 മിനിറ്റ്. ശരി. സുഹൃത്തിനെ കാണുന്നില്ലല്ലോ ചേച്ചി. നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആവാതിരിക്കില്ലേ? ഒരു നാടകം മിസ്സായി എന്ന് വെച്ച്. നാടകം മിസ്സായത് കൊണ്ടൊന്നുമല്ല. വരാന്ന് പറഞ്ഞാ വരുന്ന ആളാ. ഇപ്പൊ 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ? ദാ വരുന്നെന്ന് വിളിച്ച് പറഞ്ഞതാ. വല്ല അത്യാവശ്യ കാര്യമായിട്ട് അങ്ങോട്ടോ പോയി കാണും. നീ ക്ലബിൽ വിളിച്ചോ? വിളിച്ചു. അവിടെ ആരും എടുക്കുന്നില്ല. ഫോൺ ശരിയല്ലെന്ന് തോന്നുന്നു.
ക്ലബിൽ ഉണ്ടാകുമെന്ന് തന്നെ എന്റെയും വിചാരം. വേറെങ്ങും അങ്ങനെ പോകാറില്ല. അതാ ദാമോദരൻ സാർ വന്നു. പുള്ളിയോട് ചോദിച്ചാൽ അറിയും ക്ലബിലുണ്ടോ. ദാമോദരൻ സാറേ, സുഖേട്ടൻ ക്ലബിൽ വന്നു? ഇല്ല, അയാൾ എവിടെ പോയി? ഇന്നങ്ങോട്ടും കണ്ടേയില്ലല്ലോ. ചേച്ചി, എനിക്കാകെ പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. സുഖേട്ടനെ ഒന്ന് അന്വേഷിക്കാമോ? ശരി. എന്തായി സർ? ബാഡ് ലക്ക് ലളിത. ബി ബ്രേവ്. സുഖു